ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജന. ഇന്ന് നമുക്കൊരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനായി 2 വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഒരു ദിവസം മുഴുവനായി അടച്ചു വയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ അച്ചാർ വളരെ ടേസ്റ്റി ആയിരിക്കും. റെസിപ്പി കാണുന്നതിനൊപ്പം നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിറ്റേ ദിവസമാകുമ്പോഴേക്കും മാങ്ങയൊക്കെ അച്ചാറിടാൻ നല്ല സെറ്റായിട്ടുണ്ടാവും. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിലിട്ട മാങ്ങയാണ് നമ്മുടെ മെയിൻ താരം. വെളുത്തുള്ളി, കടുക്, കായപ്പൊടി, വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക് കൂടെ വറുത്ത് പൊടിച്ചതാണ്, ഈന്തപ്പഴം, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, എണ്ണ. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണ ഉപയോഗിച്ചാൽ അച്ചാർ പെട്ടെന്നൊന്നും കേടാകില്ല. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസായി ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം ഓവറായി ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടെ ചേർക്കുന്നുണ്ട്. അച്ചാറിന് കുറച്ചൊരു മധുരം കൂടെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഈ പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത്, കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ചേർക്കാം. വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളമൊക്കെ വറ്റി വന്നാൽ നമ്മുടെ അച്ചാർ റെഡിയാവും. ഈ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.